മൊബൈലിൽ നോക്കിയിട്ട് ഖുർആൻ ഓതിയാലും ഇല്ലെങ്കിലും മുസ്ഹഫ് എടുത്ത് ഖുർആൻ ഓതുന്നതിന് വലിയ കൂലിയുണ്ട്, ഉറപ്പല്ലേ? എത്ര പ്രതിഫലമുണ്ട്? ഉദാഹരണത്തിന് പലരും വെള്ളിയാഴ്ച ഒക്കെ പള്ളിയിൽ നിന്ന് മുസ്ഹഫ് എടുത്തിട്ട് അൽക്കാഫ് ഓതാത്തതിന്റെ ഒരു കാരണം വുളു ഇല്ലാത്തോണ്ടൊന്നല്ല. പിന്നെ അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആ മുസ്ഹഫ് ഓതിക്കഴിഞ്ഞിട്ട് എണീറ്റിട്ടാടെ വെക്കണം, അതിന്റെ ഒരു മടി, അതാണ് കാരണം. ശരിക്കും ആ ഖുർആൻ എടുക്കാൻ നമ്മൾ നടക്കുന്ന നടത്തവും ഓതിക്കഴിഞ്ഞിട്ട് നടക്കുന്ന നടത്തമൊക്കെ സിറാത്ത് പാലത്തിൽ എത്തിയാലാ മനസ്സിലാകുക അതിന്റെ ഉപകാരം. ഖുർആൻ നോക്കുക, ഖുർആൻ ചുംബിക്കുക, ആ കൂലിയൊന്നും എന്തായാലും മൊബൈൽ ആപ്പിൽ നിന്ന് കിട്ടൂലോ. എത്ര എക്സ്ട്രാ കൂലി ഖുർആൻ നോക്കി ഓതുമ്പോ, മുസാഫ് എടുത്തിട്ട് നോക്കി ഓതുമ്പോ കിട്ടും എന്ന് ഇമാം ഗസാലി ഇഹിയന്റെ ഇബാറത്ത് നമുക്ക് മനസ്സിലാവും. നമ്മുടെ വീട് ഖുർആൻ ഓതുന്ന വീടാവണം. ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഖുർആൻ ഓതുന്ന വീട്ടിൽ 4 പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എണ്ണി പറയണത്. 1, ആ വീട്ടിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും. 2, പിശാചിന്റെ ശർറ് അവിടുന്ന് ഇല്ലാതാവും. 3, ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ ഭയങ്കര പേടിയും മടിയും നാണക്കെടും ഒക്കെ ഉള്ള ഒരു തഖ്വന്റെ മനസ്സ് രൂപപ്പെടും. 4-മത്തത്, ആ വീട്ടുകാർക്ക് ഖൈറ് ചെയ്യാൻ തൗഫീഖ് കിട്ടും.